ഷൈലൂസ് ഗണിതലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 10th അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇതുപോലെയുള്ള അല്ലേ, ഏറ്റവും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, LKG UKG, LKG ഇല്ല, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ഇതുപോലെയുള്ള നമ്പർ പാറ്റേൺസ് അല്ലേ, ഇങ്ങനെ ഓർമ്മയില്ല, എത്ര എളുപ്പമായിരുന്നു ഒന്ന് മാത്സ് അല്ലേ. 1 2 3 4 ഡാഷ് ഡാഷ് ഫില്ല് ചെയ്യുക, 2 ഡാഷ് 6 ഡാഷ് ഡാഷ് അങ്ങനെ ഫില്ല് ചെയ്യാൻ. ദെൻ ഇതുപോലെ പിക്ചേഴ്സ് വന്നിട്ട് ഒന്നിതാ ഒരു ട്രയാങ്കിള് മുകളിലോട്ട് താഴോട്ട് തിരിച്ചിട്ട് ഇനി അടുത്ത പാറ്റേൺസ് ഫില്ല് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യാം, നമ്മൾ നോക്കും 1 2 3 5 6, നെക്സ്റ്റ് 2 പിന്നെ 6, അപ്പം ഇവിടെ 4 പിന്നെ 6 പിന്നെ 8 അല്ലേ. ഇതുപോലെയല്ല നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെ നമുക്ക് ഓരോ പാറ്റേൺസ് ആക്കാം. അതുപോലെ തന്നെ നമ്മൾ നേച്ചറിലേക്ക് നോക്കിയാൽ സൺഫ്ലവർ പൂവിൻ്റെ പെറ്റൽസിൻ്റെ ഒരു പാറ്റേൺസ് അവിടെ കാണും. നമ്മുടെ പൈനാപ്പിളിൽ ഓരോ കണ്ടിട്ടില്ലേ, ഇങ്ങനെ 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 അതും ഒരു പാറ്റേൺസ്. അതുപോലെ ഹണി ബീൻ്റെ കുടുക്കോ, അതെല്ലാം തന്നെ ഓരോ പാറ്റേൺസ് അല്ലേ. ഇതിനെ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ അറിയാം, ഇതെല്ലാം ഓരോ പാറ്റേൺസ് ആണ് അല്ല. വി കോൾ ഇറ്റ് ആസ് സീക്വൻസസ്. സീക്വൻസസ് എന്നും വിളിക്കും. അപ്പോൾ ഇത് ഓരോ നമ്പർ പാറ്റേൺസ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഈ ചാപ്റ്ററിൽ, അതായത് ഈ ചാപ്റ്ററിൻ്റെ പേര് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്നാണ്. അതായത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ പാറ്റേൺസിനെ കുറിച്ചാണ്. ഈ ഒരു പാറ്റേണിൽ ഉണ്ടാകുന്ന എങ്ങനെ ആ പാറ്റേൺ കിട്ടുന്നു, എങ്ങനെ നമ്മൾ ആ പാറ്റേൺ ഫോം ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പേര് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ തന്നെ ഈ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ അറിയാം. ഫസ്റ്റ് നമ്പർ ഇസ് 1, സെക്കൻഡ് നമ്പർ ഇസ് 2. ആ 1നോട് 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 2, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ 2നോട് എഗെയിൻ ദ സെയിം 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെക്സ്റ്റ് നമ്പർ 3. എഗെയിൻ ആ 3നോട് 1 ആഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയതാണ് 4. അങ്ങനെയാണ് ഈ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഓരോ +1 അങ്ങനെ. ഇവിടെ ഇനി ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ പാറ്റേൺ എടുക്കാം. ഇവിടെ 2 4 6 8. ഇവിടെ 2 എന്ന നമ്പറിനോട് കൂടി 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് 4. ആ 4നോട് കൂടി എഗെയിൻ ദ സെയിം 2 തന്നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6. ഇനി ആ 6ന്റെ കൂടെ എഗെയിൻ 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 8. അങ്ങനെയാണ് ഈ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ സപ്പോസ് നമുക്ക് വേറൊരു പാറ്റേൺ നോക്കാം. അതായത് 15 10 5 0 എക്സെട്ര. ഇവിടെ 50, ഫസ്റ്റ് നമ്പർ ഇസ് 50. ആ 15നോട് കൂടി 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെക്സ്റ്റ് നമ്പർ 10. ആ 10നോട് കൂടി ദ സെയിം 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് 15 ആഡിങ് -5 എന്ന് പറയും അല്ലേ. 15 ആഡിങ് -5, then 10 adding -5, what we are getting 5. Again adding -5, what we are getting 0. അപ്പോൾ ഒരു സെയിം നമ്പർ ഓഫ് നമ്പറിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നു അടുത്ത നമ്പർ കിട്ടാൻ. അങ്ങനെ കിട്ടുന്ന സീക്വൻസിനെയാണ് വാട്ട് വി കോൾ ആസ്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പാറ്റേണിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ജനറലായിട്ട് പറഞ്ഞാൽ ഞാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ലിസ്റ്റ് ഓഫ് നമ്പർ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് or subtracting a fixed number to the preceding to get the succeeding number except the first number. അതായത് ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്പർ ഇസ് 1. ആ 1നോട് കൂടി ഫിക്സഡ് ഐ എം ആഡിങ് 1 to get the next number 2. again adding 1 to get the next number 3. അങ്ങനെ കിട്ടുന്നതാണ് what we call as arithmetic progression. ഇവിടെയാണെങ്കിൽ 15 is the first number. ആ 15നോട് കൂടി I am subtracting 5 അല്ലെങ്കിൽ adding -5 here and I got 10. again -5, I got 5 likewise. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ പാറ്റേണിനെയാണ് വാട്ട് വി കോൾ ആസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് അല്ലെങ്കിൽ AP. അണ്ടർസ്റ്റുഡ്? എന്താണ് AP എന്ന് എല്ലാവർക്കും കിട്ടിയല്ലോ. So generally an arithmetic progression or AP is a list of numbers in which each term is obtained by adding a fixed number to the preceding term except the first term. ഇവിടെ example is given 1 2 3 4 etc.
100, 70, 40, 10, etc. നോക്കി ഇവിടെ യൂസ് ചെയ്ത പോയിട്ടുണ്ട് ടേം. Each term is obtained by adding a fixed number to the preceding term except the first term. അതായത് ഞാനിപ്പോൾ ഇവിടെ this is an example for AP. ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ 1 ആണ് ആഡ് ചെയ്താണ് നമുക്ക് ഈ പാറ്റേൺ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സീക്വൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ വി കോൾ ഇറ്റ് ആസ്, അവിടെ ഈ പാറ്റേൺസ് അല്ലെങ്കിൽ APയിൽ അതിനെ ടേംസ് എന്നാണ് വിളിക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് ടേം and this is the second term, this is the third term, this is the fourth term. Okay, അപ്പോൾ arithmetic progression എന്ന് പറയുന്നത് list of numbers in which each term is obtained by, ഓരോ ടേമും എങ്ങനെ കിട്ടുന്നു, by adding a fixed number to the preceding. ഈ 2 കിട്ടാൻ വേണ്ടി തൊട്ട് മുമ്പിലുള്ള 1നോട് കൂടി ഫിക്സഡ് നമ്പർ, ഇവിടെ ഫിക്സഡ് നമ്പർ ഇസ് 1, ആ 1 ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 2. ഇനി 3 കിട്ടാൻ വേണ്ടി ഈ പ്രീസീഡിങ് ടേം ദാറ്റ് ഇസ് 2നോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ we will get 3. Likewise, അപ്പോൾ each number we call as terms in AP. This is here 100 is the first term, 70 is the second term, 40 is the third term, and we will denote it as A1 or T1. In your textbook, NCERT textbook, it is denoted as A1. A1 means first term. A2, that means second term. A3 means third term. Understood? A1 എന്ന് പറഞ്ഞാൽ first term. That means here A1 is 1, here A2 is 2, here A3 is 40, here A4 is 10. Likewise, where A1, A2, A3, etc. are the terms in an AP. കൂടാതെ ഞാൻ പറഞ്ഞു ഒരു ഫിക്സഡ് ടേമിനെ നമ്മൾ ആഡ് ചെയ്തോ കിട്ടുന്നതാണ്, അങ്ങനെ ഫോം ചെയ്യുന്നതാണ് AP. ദാറ്റ് ഫിക്സഡ് ടേം വി കോൾ ഇറ്റ് ആസ് കോമൺ ഡിഫറൻസ്. ആ ഫിക്സഡ് ടേമിന് ഹിയർ 1 is that fixed number or fixed number is 1. That one we call here as common difference. ആ 1നെ common difference. ഇവിടെ 100, 70, 40, 30. 100 നോട് കൂടി 30 subtract ചെയ്യുമ്പോൾ we are getting 70. So here 70 നോട് കൂടി 30 subtract ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 40. So here the common difference is minus 30. ഈ question second one the common difference is denoted by D ആണ് common difference. ആ fixed number ഇവിടെ പറയുന്ന fixed, each number is obtained by adding fixed number. That fixed number is called common difference and it is denoted by D. In first example D is 1 and in second example D is minus 30. That means D can be either either positive numbers or negative numbers, or sometimes it can be 0. ഇങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് എഴുതിക്കൂടെ 1 1 1 1 1. Here 1 plus 0 we are getting next term 1, again plus 0 1. So this is also an example for arithmetic progression. In this case D is, that is common difference is 0. അപ്പോൾ common difference നെ ഏതൊക്കെ വാല്യൂ എടുക്കാം? common difference can take either positive or negative or 0. So that fixed number is what we call as common difference and it is denoted by D. And the numbers in that sequence or in the pattern is called as terms and it is denoted as A1, A2 likewise, where A1 is the first term, A2 is the second term and A3 is the fourth term. Likewise, nth term, nth term, and AN, we will denote it as AN. Nth term, AN. A1, A2, A3, likewise nth term, AN. 10th term, A10. 100th term, A100, likewise. Consider the sequence or consider the AP 1, 2, 3, 4, etc. Here, first term A1 is 1 and A2 is 2 and common difference D. നമുക്ക് ഇത് നമ്പർ നോക്കിയാൽ അറിയാം 1 ആഡ് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി. ജസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, നമ്മൾ ഫസ്റ്റ് ടേമിനോട് കൂടി പ്രീസീഡിങ് ടേമിനോട് കൂടി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്നതല്ലേ സെക്കൻഡ് ടേം. ഫിക്സഡ് നമ്പർ എന്താണെന്ന് അറിയാൻ വാട്ട് വി ഹാവ് ടു ഡു, ദാറ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. That is what we call as D, common difference. അപ്പോൾ A2 minus A1 or നമുക്ക് എങ്ങനെയും ചെയ്യാം A3 minus A2. That also will give the common difference. അല്ലാണ്ട് A3 minus A1 ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത നമ്പേഴ്സ് തന്നെയാണ്. കാര്യം AP ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്, സെക്കൻഡ് നമ്പർ കിട്ടുന്നത്
preceding number node കൂടി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താണ്. സോ അടുത്തടുത്ത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്താൽ മാത്രമേ വാട്ട് വി വിൽ ഗെറ്റ് കോമൺ ഡിഫറൻസ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹിയർ കോമൺ ഡിഫറൻസ് ഇസ് 1. Here common difference is 10. 20 minus 10, a2 minus a1, or else a3 minus a2, 30 minus 20, they are also 10, so it is an AP. The common difference is 10. Here 70 minus 100, that is negative 30, so the common difference here 40 minus 70 is also negative 30, so this is an AP, and common difference D is equal to negative 30. So ഇവിടെ നമുക്ക് we can generalize common difference D is equal to an minus an minus 1, nth term an minus n minus 1th term, here a2 minus തൊട്ട് ബാക്കിൽ preceding term n2 ആണ്, തൊട്ട് n minus 1 a1. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ ജനറൽ ഫോർമുലയാണ് an minus an minus 1. Common difference means the difference of two consecutive terms in the given sequence. If it is an AP, then the common difference will be same everywhere, and then only it will become a AP. Which one? That sequence will become an AP if the common difference is same everywhere. Appo one mark questions varam. Oru given sequence tannittu they will ask whether it is an AP. അങ്ങനെ AP ആണോ നോക്കുന്നത് എങ്ങനെയാണ്? യു ഹാവ് ടു ചെക്ക് ദ കോമൺ ഡിഫറൻസ്. അതായത് ഇപ്പോൾ ഇങ്ങനെ 2, 4, 8, 10 ഇങ്ങനെ തരാണ്. ആൻഡ് ദേ ആർ ആസ്കിങ് ഇസ് ഇറ്റ് ആൻ AP. വാട്ട് യു ഹാവ് ടു ചെക്ക് വെദർ ദ കോമൺ ഡിഫറൻസ് സെയിം ആണോ? 4 minus 2, 4 minus 2 is 2. Here 8 minus 4, 8 minus 4 is 4. Are they equal? അല്ല. So this is not an AP. ഈ സീക്വൻസ് ഒരു AP അല്ല, അല്ലെങ്കിൽ ഈ പാറ്റേൺ AP അല്ല. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഫസ്റ്റ് ടേം and common difference will be given. Let a1 equal to 2 and b is equal to 10. And first term and common difference will be given. They were asked you to find first 4 terms of an AP. First term is 2 and the common difference is 10. So the second term will be 2 plus 10, that is 12. Then next term will be 12 plus 10, that is equal to 22. Again the next term will be 22 plus 10, that will be equal to 32. But these types questions can be asked. അപ്പോൾ ഇതാണ് ആദ്യത്തെ പാർട്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ എന്താണ് വാട്ട് ഈസ് ആൻ AP നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി കോൾ ദാറ്റ് നമ്പേഴ്സ് ഇൻ ദാറ്റ് AP ആസ് ടേംസ്. Then it will denote as a1, a2 likewise. After that, what is that fixed number is called? That fixed number is called common difference, and common difference is obtained by subtracting the two consecutive terms in that AP, isn't it? a2 minus a1, or else a3 minus a2, etc. D is equal to, generally we call it as an minus 1. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒരു സീക്വൻസുകളൊക്കെ തന്നിട്ട് ചെക്ക് വെദർ ഇറ്റ്സ് ആൻ AP. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെദർ ദ കോമൺ ഡിഫറൻസ് ഇസ് സെയിം എവറിവെയർ. അപ്പോൾ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു എക്സാമ്പിൾ കാണിച്ചു. 2, 4, 8, 10. ഹിയർ 4 minus 2 is 2. 8 minus 4 is 4. So it's not an AP. അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ D കോമൺ ആണ് കിട്ടുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് AP. പിന്നെ ഇതുപോലെ ഫസ്റ്റ് ടേം തരും, കോമൺ ഡിഫറൻസ് തരും. യു ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് 4 terms ഓഫ് ആൻ AP. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. സോ നെക്സ്റ്റ് nth ടേം ഓഫ് ആൻ AP. APയുടെ nth ടേമിനെ കുറിച്ച്. nth ടേം നേരത്തെ പറഞ്ഞു. nth ടേം is denoted as an, small an, isn't it? an എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇനി what is nth ടേം അതെന്താ നോക്കാം. We know first term a1, let it be a. First term a1 നെ a. ഇനി a means the first term of an AP. Then a2 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? Adding d to the first term, that is a1 plus d. What is our a? I mean a1 a. So that is equal to a plus d. അല്ലേ? സെക്കൻഡ് ടേം നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേമിനോട് കൂടി ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ, that is a1 plus d. But our first term is a, so a plus d. അങ്ങനെ a3 means സെക്കൻഡ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് a3. That means a2 plus d. But what is our a2? a plus d. അതവിടെ കൊടുക്കുമ്പോൾ a plus d plus d, which is equal to a plus 2d. Like terms d plus d 2d. അപ്പോൾ a3 a plus 2d. a3 means third term of an AP.
A3, that is A plus 2D. Now A4, A4 means fourth term of an AP. Fourth term of an AP. Third term common difference adding. So A3 plus D. What is A3? A plus 2D. So A plus 2D plus D, that is equal to A plus 3D. A2 1D. A3, A plus 2D. This 3 A4, A plus 3D. A9 will be A plus 8D. A50 will be A plus 49D. Generally, AN will be, that means A plus N minus 1 into D. That is the general form of nth term, or nth term of an AP is A plus N minus 1 into D. A plus N minus 1 into D. Simply A100. That means A plus 99D. 100th term. It is denoted as A100 and it will be equal to A plus 99D. A plus 99D. This is what? Nth term of an AP. Nth term of an AP is denoted as AN and AN is equal to A plus N minus 1 into D. Nth term is also called general term of an AP and sometimes it is denoted as L also. Last term L also. That is finite sequence, it is the last term. L. Finite and infinite and natural numbers 1 to 50. 1 mudal 50 vare. That is finite. Natural numbers 1, 2, 3, 4 that is what called infinite. So finite AP, infinite AP ഉണ്ട്. So 1, 2, 3 etc. 1 to up to 10 likewise 1 to 10, it's a set of first 10 natural numbers, first 50 natural numbers. It's an example for AP. So first 50 natural numbers, that itself is called a finite AP. Set of natural numbers, that is what? Infinite AP. Our general term ആണ് what we call as this nth term. അത് L എന്നും ഡിനോട്ട് ചെയ്യാം. ലാസ്റ്റ് ടേം എന്നുള്ള അർത്ഥത്തിൽ L എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഈ എ പിൻ്റെ ഈ ടേംസിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് വി ക്യാൻ റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ആൻ എ പി. ഒരു എ പിയുടെ ജനറൽ ഫോം എന്താണെന്ന് എഴുതാം. The general form of an AP. A1, A2, A3, etc. is an AP. We know what is A1. A. A2, A plus D. A3, A plus 2D. Next, A4 will be A plus 3D. That this A plus D, A plus 2D, A plus 3D, etc. is called the general form of an AP. In the nth term, some problems namukku nokam. The direct question, find the 10th term of the AP. So easy question, direct question using that nth term, using that nth term formula. Find the 10th term of the AP 2, 7, 12, etc. 10th term it is denoted as A10. But we all know now what is AN. AN is A plus N minus 1 into D. So A10 will be A plus 9D. Then in this question A is equal to 2 and D is equal to 7 minus 2, 5. Our values are substitute here. A plus 9D, that is 2 plus 9 into 5, which is equal to 2 plus 45, which is equal to 47. So 47 is the 10th term of this AP. The easy question ആണ്, direct question ആണ്. ഇഷ്ടംപോലെ application type questions ഉണ്ട്. നമുക്ക് ഒരെണ്ണം നോക്കാം. Next type. Which term of the AP 21, 18, 15, etc. is negative 81? ഈ എ പിയിലെ 21, 18, 15, etc. എന്ന എ പിയിലെ എത്രാമത്തെ ടേം ആണ് നെഗറ്റീവ് 81? നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്ട്ലി ദേ വർ ആസ്ക്ഡ് ടു ഫൈൻഡ് 10th ടേം. ഇവിടെ വി വാണ്ട് ടു ഫൈൻഡ് വിച്ച് ടേം ഓഫ് ദിസ് എ പി ഈസ് നെഗറ്റീവ് 81. അങ്ങനെ വരുമ്പോൾ what is given? A is given as a AP. Here A is 21 and D, that is 18 minus 21, that is equal to minus 3. ഇനി എത്രാമത്തെ ടേം ആണ് നമുക്ക് അറിയില്ല. സോ വി വിൽ ടേക്ക് ദാറ്റ് ടേം ആസ് AN. ഇവിടെ എത്രാമത്തെ ടേം ആണ് നെഗറ്റീവ് 81 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വി വിൽ ടേക്ക് ദാറ്റ് ടേം ആസ് AN. നമുക്ക് അറിയില്ല. സോ AN is equal to negative 81. Now directly write the formula. What is AN? A plus N minus 1 into D equal to negative 81. Then substitute the values that you know. നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം അവിടെ കൊടുക്കുക. A is 21 plus N minus 1 into D minus 3 equal to negative 81. നമുക്കിപ്പോൾ
Equations simplify ചെയ്യാൻ അറിയാം. Linear equations ആണ്. So just simplify ചെയ്യുക. Transpose ചെയ്യുക. 21 ഞാൻ അപ്പുറം transpose ചെയ്തു. Then I got n minus 1 into negative 3 as negative 81, negative 21. So negative 102. Then n minus 1 is equal to negative 102 divided by negative 3. That is n minus 1 is equal to 34 and n is equal to 35. So 35th term of this AP is negative 81. This is another type. 35th term on which term of this AP is that given number. This is next type of question. Ni veronu chodikam. Veronu type. Check whether 301 is a term of the list of numbers 5, 11, 17, 23, etc. Check whether 301 is APN number ആണോ ചെക്ക് ചെയ്യാം. നേരത്തെ ഈ വേറെ രീതിയിൽ വിച്ച് ടേം ഓഫ് ദിസ് സീക്വൻസസ് എന്ന് ചോദിക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ ചോദിക്കുകയാണ് ചെക്ക് വെദർ ഈസ് ദിസ് എ ടേം ഓഫ് ദിസ് ഗിവൺ എ പി. ദാറ്റ് ടൈം ഓൾസോ വാട്ട് ഈസ് ഗിവൺ എ given as 5, D 11 minus 5 6 ഇതിലെ ടേം ആണോ അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ടേം ആണ്, വിച്ച് ടേം ഓഫ് ദി എ പി ഈസ് ദിസ് അല്ലെങ്കിൽ ഈസ് ദിസ് എ ടേം എന്ന് ചോദിക്കുമ്പോൾ വി ഹാവ് ടു ടേക്ക് ദാറ്റ് ടേം ആസ് എ എൻ. എ എൻ ഇസ് ഈക്വൽ ടു 301. Then we know what is a n. A plus n minus 1 into d is equal to 301. Then substitute the values that we know. A and d, substitute a and d, that is 5 plus n minus 1 into 6 is equal to 301. After simplifying, what we are getting here, n minus 1 is equal to 151 by 3. A fraction is getting. Term ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എന്നൊക്കെ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് 1/2th ടേം അല്ലേ 1.5th ടേം എന്നൊന്നും പറയില്ല. എണ്ണമാണ് അത്. എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ നാച്ചുറൽ നമ്പർ ആയിരിക്കും, ഒരിക്കലും ഫ്രാക്ഷൻസ് വരില്ല. സോ വാട്ട് വി ഗോട്ട്, നമുക്കിപ്പോൾ എന്ത് കിട്ടി, വാട്ട് വി ഗോട്ട് എ ഫ്രാക്ഷൻ. സോ എന്തായാലും ടേം ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആവില്ല. അപ്പോൾ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് 301 is not a term of this AP. 301 എന്ന് പറയുന്നത് ഈ എ പിയിലെ ഒരു ടേം അല്ല. ഇങ്ങനെ ചോദിക്കാം. ഇതാണ് വേറൊരു ടൈപ്പ്. ചെക്ക് വെദർ. നമ്മളിപ്പോൾ നോക്കി ഫൈൻഡ് ദ 10th ടേം, പിന്നെ വിച്ച് ടേം ഓഫ് ദ എ പി ഈസ്. ദെൻ ദ നെക്സ്റ്റ് ടൈപ്പ് ചെക്ക് വെദർ 301 is a term. ഇനി വേറൊരു ടൈപ്പ് കൂടെ. വേറൊരു ടൈപ്പ് determine the AP whose third term is 5 and 7th term is 9. എ പി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, തേർഡ് ടേം ആൻഡ് 7th term. That is, third term means we will denote it as A3. A3 is given as 5 and we know what is A3. A3 is A plus 2D. A plus 2D equal to 5. And A7 is given as 9. That means A plus 6D equal to 9. നമുക്ക് രണ്ട് equations, linear equations കിട്ടി in two variables, isn't it? A and D. അത് ഓൾറെഡി നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൗ ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ്. 3 methods you have studied. That substitution, elimination, cross multiplication. Here I used elimination. I'm going to eliminate A. A eliminate ചെയ്യുന്നു. Coefficients of A are same. So and sign same ആണ്. So what we want to do, subtract ചെയ്യണം. So say സെക്കൻഡ് എക്സ്പ്രഷനിലെ സൈൻ എല്ലാം മാറ്റി മൈനസ് ഈ പ്ലസ് 6d എന്നുള്ളത് മൈനസ് ഡി ആർ പ്ലസ് 9 എന്നുള്ള -9 അത് സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ വാട്ട് വി ആർ ഗെറ്റിംഗ് -4d ഈക്വൽ ടു -4 ആൻഡ് d ഈക്വൽ ടു 1. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ d ഐ എം ജസ്റ്റ് ഗിവിംഗ് ദാറ്റ് d ടു A3. ദാറ്റ് മീൻസ് A plus 2d ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് A ആസ് 3. സോ എയും കിട്ടി ഡിയും കിട്ടി. ഇനി നമുക്ക് എ പി എഴുതിക്കൂടെ 3, 4, 5, 6, 7 എക്സെട്ര. അപ്പോൾ ഇതാണ് ഈ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഇതുപോലെ ഇഷ്ടംപോലെ nth ടേമിൻ്റെ ദർ ആർ സോ മെനി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അത് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. nth term, that is the general term of an AP, and sometimes it is denoted as L also, last term എന്ന അർത്ഥത്തിൽ. And an is equal to A plus n minus 1 into D. Next is sum of first n terms of an AP. Sum of first n terms. AP യുടെ first n terms ന്റെ sum. It is denoted as SN. SN എന്നാണ് denote ചെയ്യുക. Before that ഒരു കഥ പറയും, സ്റ്റോറി, സിമ്പിൾ സ്റ്റോറി. നിങ്ങൾക്കറിയാം ഗോസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ.
ആ ഗോസ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ഐ തിങ്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻ ജസ്റ്റ് 10 years old ദാറ്റ് ടൈം. നമ്മൾക്കെല്ലാം ഈ ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന കാര്യം അറിയാലോ അല്ലെ. നമ്മൾ ഈവൻ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ്, ടീച്ചർ ഇല്ലെങ്കിൽ വാട്ട് യു വിൽ ഓൾ ഡു, ഇരുന്ന് ഒച്ചപ്പാടും ബഹളമായിരിക്കും, ഇസന്റ് ഇറ്റ്? സോ അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്ത് ചെയ്തു, ഇങ്ങനെ കുട്ടികൾ വല്ലാണ്ട് പിന്നെ ഡിസ്റ്റർബ് ആക്കുന്നത് കൊണ്ട് ഹി വെർ ആസ്ക്ഡ് ടു ഡു സം. ഒരു സം കൊടുക്കുകയാണ്. ജസ്റ്റ് ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ കൊടുത്തു ടീച്ചർ. ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് കുട്ടികൾക്ക് വാട്ട് ദേ വാണ്ട് ടു ഫൈൻഡ് 1 + 2 + 3 അങ്ങനെ 100 വരെ ഇരുന്ന് സമയം. അതിരുന്ന് സമയം ചെയ്യുമ്പോൾ തന്നെ എന്താവും, സമയം കുറേ പോവും. എല്ലാവരും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും അല്ലേ. പിന്നെയും കുറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയോ തെറ്റി, ഏതോ നമ്പർ മറന്നു, പിന്നെ എഗെയിൻ വി വിൽ ഡു. അങ്ങനെ ക്ലാസ് എല്ലാം നല്ല സൈലന്റ് ആയിരിക്കും. അങ്ങനെ വിചാരിച്ചാണ് ദാറ്റ് ടീച്ചർ ആ ക്വസ്റ്റ്യൻ കൊടുത്തത്. പക്ഷെ ക്വസ്റ്റ്യൻ കൊടുത്ത് തീരേണ്ട താമസം നമ്മുടെ ഗോസ് പെട്ടെന്ന് തന്നെ വിത്ത് മിനിറ്റ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ എന്താന്ന് പറഞ്ഞു 5050. ടീച്ചർ വിചാരിച്ചെന്താ ഹോൾ ക്ലാസ് ഐ മീൻ ആ ഹോൾ പീരീഡ് എടുത്തിട്ടായിരിക്കും ആൻസർ എല്ലാം കണ്ടുപിടിക്കുക. എന്തായാലും അത്രയും സമയവും പോകും, കുട്ടികളെല്ലാവരും മിണ്ടാതിരിക്കുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോസ് എന്ത് ചെയ്തു, വേഗം തന്നെ ഈ ആൻസർ കണ്ടുപിടിച്ചു. ആൻസർ കണ്ടുപിടിച്ചത് വേഗം തന്നെ പറഞ്ഞു 5050. അപ്പോൾ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ടീച്ചർ ചോദിച്ചു എങ്ങനെ കിട്ടി, ഹൗ ഹി ഗോട്ട് ദാറ്റ് ആൻസർ. ദിസ് ഇസ് ദ വേ. ഇങ്ങനെയാണ് ഗോസിന് ആൻസർ കിട്ടിയത്. വാട്ട് ഗോസ് ഡിഡ് ഇസ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വി വാണ്ട് ടു ഫൈൻഡ് 1 + 2 + 3 + up to 100. ഗോസ് എന്ത് ചെയ്തു, 1 + 2 + 3 + 99 + 100 അതുപോലെ തിരിച്ചെഴുതി. 100 + 99 + etc. + 2 + 1 എങ്ങനെ എഴുതിയാലും അഡീഷണൽസ് കമ്മ്യൂട്ടേറ്റീവ് ദാറ്റ് വി നോ a + b. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ s + s വാട്ട് വി ആർ ഗെറ്റിംഗ് 2s. ദെൻ 1 + 100 101, 2 + 99 101. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഈ നമ്പേഴ്സ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഐ മീൻ 100 + 1 2 + 99 3 + 98 അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് we will get 101 itself. അങ്ങനെ 101 + 101 + etc. + 101. എത്ര 101? we are getting 101. So 2s is equal to 100 into 101. That is s is equal to 100 into 101 by 2. That is equal to 5050. This is the method that Gauss did. അപ്പോൾ ഇങ്ങനെയാണ് ഗോസ് കണ്ടുപിടിച്ചത്. The same technique is used for finding sum of first n terms of an AP. ഈ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ AP-യുടെ സം ടു n terms കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് എങ്ങനെ ഫോർമുല യു ഡോണ്ട് വാണ്ട്, ജസ്റ്റ് what is the formula? Sn is equal to n by 2 into 2a plus n minus 1 into d. That is sum of n terms. Sn, it is denoted as Sn. Sn is equal to n by 2 into 2a plus n minus 1 into d, where a first term, d common difference, or else if you know the first term and the last term, first term and last term അറിയെങ്കിൽ the formula Sn is equal to n by 2 into a plus an. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പറഞ്ഞാൽ നമുക്ക് ഫോർമുല മാറ്റാം. n by 2 into a plus an. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടേം an is also denoted as l. അപ്പോൾ n by 2 into a plus l എന്നും പറയാം. അപ്പോൾ ദിസ് ഇസ് ദ ഫോർമുല. ഈ ഫോർമുല കിട്ടിയത് ഈ ടെക്നിക്ക് യൂസ് ചെയ്താണ്. വി ഡോണ്ട് വാണ്ട്, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നമുക്ക് ഈ ഫോർമുലയെ വേണ്ടു. വാട്ട് ഇസ് ദ ഫോർമുല? Sn is equal to n by 2 into 2a plus n minus 1 into d, or Sn is equal to n by 2 into a plus an, or n by 2 into a plus l, where l is the last term or nth term. അതേ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. ഇഫ് ദ first term we know 1 and last term 100, so 1 plus 100, how many terms are there? 100 terms. n denotes number of terms, so 100 by 2 into 1 plus 100, that is 100 into 101 by 2. So here n denotes the number of terms. ഇവിടെ n terms in the sum, but 2 terms in 10 terms ആണെങ്കിൽ this n will be 10. Understood? So this is the formula to find sum of first n terms of an AP. ആ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത കാര്യമാണ് സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇസ് ഗിവൺ ബൈ Sn is equal to n into n plus 1 by 2. Sum of first n positive integers is given by
Sn is equal to n into n plus 1 by 2. അതായത് sum of first 1000 നേരത്തെ 1 to 100 ഇതുപോലെ first 1000 that means s 1000 വേണമെങ്കിൽ what you have to do 1000 into 1001 by 2 1000 into n into n plus 1 so 1000 and here it is 1000 so 1000 into n plus 1 so that is 1001 by 2 ഇങ്ങനെ ചെയ്താൽ മതി you will get the sum of first 1000 natural numbers അങ്ങനെ first n positive integers is given by Sn is equal to n into n plus 1 by 2. This is the form this is got by using that formula Sn use ചെയ്ത് കിട്ടിയതാണ് sum of n terms of an AP. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് നോക്കാം. Find the sum of first 24 terms of list of numbers whose nth term is given by n is equal to 3 plus 2n. അതായത് sum of 24 terms കാണണം. നമുക്ക് nth term ആണ് തന്നിട്ടുള്ളത്. nth term n is given as 3 plus 2n. അപ്പോൾ first we want to find the AP. AP എന്ത് ചെയ്താൽ മതി? ആ n-ൽ n-ന് 1, 2, 3 substitute ചെയ്താൽ n-ന് 1 substitute ചെയ്യുമ്പോൾ we will get the first term A1. That is 3 plus 2 into 1 that is equal to 5. n-ന് 2 substitute ചെയ്യുമ്പോൾ we will get the second term that is A2. 3 plus 2 into 2 that is equal to 7 and in 3 കൊടുക്കുമ്പോൾ we will get the third term that is we will get it as 9. So the AP is 5, 7, 9, 11 etc. AP കിട്ടിയ we will get the common difference D is equal to 2. Here in this question it is 2. Then in the what we want to find sum of first 24 terms that means Sn are കാണണ്ടേ here n is 24 S24 we want to find. So Sn, write down the formula of Sn, n by 2 into 2a plus n minus 1 into d and substitute the values. Just give 24 for n and a as 5 and d as 2. After simplifying you will get the value as 672. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരൊറ്റ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് AP ഇങ്ങനെയും തരാം. nth term ഇങ്ങനെ തന്നാൽ just give n 1 2 3 4 that time you will get first term, second term, third term etc. And ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് S24 മറ്റേ ഫോർമുല യൂസ് ചെയ്യാം. ഈ n-ന് 24 എടുത്താൽ you will get the 24th term. അപ്പോൾ first term plus last term into n by 2 that formula also you can use. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. If the sum of the first n terms of an AP is 4n minus n square, find the AP. Sum of the first n terms that means Sn ആണ് തന്നിട്ടുള്ളത്. നമുക്ക് AP കണ്ടുപിടിക്കണം. അപ്പോൾ Sn തന്നിട്ടുണ്ട്. Then n-ന് 1 കൊടുക്കുമ്പോൾ what we will get S1. 4 into 1 minus 1 square that is 4 minus 1 3. S1ന്റെ മീനിങ് എന്താ? ആദ്യത്തെ ടേമിന്റെ സം. ആദ്യത്തെ ടേമിന്റെ സം മീൻസ് ഫസ്റ്റ് ടേം itself. So S1 is equal to A1. So first term of the given AP will be 3. Next S2. ഇവിടെ n-ന് 2 കൊടുക്കുമ്പോൾ what we will get S2. 4 into 2 minus 2 square that means 8 minus 4 which is equal to 4. S2 എന്ന് പറഞ്ഞാൽ first two terms in the sum, isn't it? That is S2 means A1 plus A2. That means S2 is equal to A1 എന്ന് പറഞ്ഞാൽ what it is itself S1 ആണ് നമ്മളിപ്പോൾ കണ്ടു. So S2 is equal to S1 plus A2. അതിൽ നിന്ന് what we will get S2 minus S1 is equal to A2. Second term എന്ന് പറഞ്ഞാൽ S2 minus S1 that is S2 4 minus S1 that is 3. 4 minus 3 is equal to A2. That is 1 is equal to A2. So first term 3, second term 1. Now S3 n-ന് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പോൾ we will get S3. 4 into 3 minus 3 square that is 12 minus 9 3. S3 means sum of first 3 terms A1 plus A2 plus A3. ഇനി A1 plus A2 എന്ന് പറഞ്ഞാൽ എന്താ? S2. So S3 means S2 plus A3. That means S3 minus S2 equal to A3. So S3 what we got S2 plus A3. From that S3 minus S2 equal to A3. That is S3 minus 4 is equal to A3. That is equal to minus 1 is equal to A3. Now we got first term, second term, third term. അപ്പോൾ നമുക്ക് AP എഴുതി കൂടെ. The AP is 3, 1, minus 3, etc. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ സം ഓഫ് n ടേംസ് വന്നിട്ട് AP എഴുതാൻ പറയാം. പിന്നെ നമ്മൾ നേരത്തെ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് 24 ടേംസിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞു. ഇനിയും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
സോ അപ്പോൾ ഇതിൽ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടു ലീനിയർ ഇക്വേഷൻസിൻ്റെ ഫോമാറ്റഡ് വരുന്നുണ്ട് ലാസ്റ്റ് സിംപ്ലിഫൈ ആകുമ്പോൾ. സോ ലീനിയർ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ അറിയണം. അതുപോലെ ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടൈപ്പും വരും. അതായത് ഇവിടുത്തെ സം ഓഫ് n ടേംസ് തന്നിട്ട് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അപ്പോൾ അതിനെല്ലാം അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷനും അറിയണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയണം. സോ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിതലോക. കൺസെപ്റ്റ് AP എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു വൺസ് അഗെയിൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.